തൽഖീൻ എന്നത് മുജാഹിദ് ചെയ്യാറില്ല. മുസ്ലിമീങ്ങളായ നമ്മൾ അത് ചെയ്യുന്നു. എന്താ കാരണം? നമ്മളത് ചെയ്യാനുള്ള കാരണം മുജാഹിദുകളുടെ ആശയ സ്രോതസ്സെന്ന് അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയുടെ മജ്മുഅത്തുൽ ഫതാവ എന്ന ഗ്രന്ഥമാണ് എൻ്റെ ഈ കയ്യിലുള്ളത്. ഇതിൽ തൽഖീനിനെ കുറിച്ച് അദ്ദേഹത്തോടൊരു ചോദ്യം, തൽഖീൻ ചൊല്ലിയിട്ട് കാര്യമുണ്ടോ, അത് പറ്റുമോ, അത് പൂർവീകർ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു, അത് മഅ്സൂറുൻ അൻ ത്വായിഫത്തിൻ മിനസ് സ്വഹാബ, സ്വഹാബികളിൽ നിന്ന് ഒരു വിഭാഗം സ്വഹാബികൾ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണത്? അബീ ഉമാമത്തൽ ബാഹിലി റളിയല്ലാഹു അൻഹു വവാസിലത ബിനിൽ അസ്ഖഇ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ സ്വഹാബികളാണ്. ഇവരൊക്കെ തൽഖീൻ ഓതിയതായി ചൊല്ലിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സ്വഹാബത്ത് ചെയ്ത് പഠിപ്പിച്ചു തന്ന കാര്യമാണിത് എന്നൊക്കെ വിശദീകരിച്ച് അദ്ദേഹം മറ്റൊരു ചോദ്യത്തിന്റെ മറുപടിയിൽ പറയുന്നു, വമിന സ്വഹാബത്തി മൻ കാന യഫ്അലുഹു, സ്വഹാബികളുടെ കൂട്ടത്തിൽ തൽഖീൻ ചൊല്ലുന്നവർ, അത് ചെയ്യുന്നവർ ഉണ്ടായിരുന്നു. അബീ ഉമാമത്തൽ ബാഹിലി വവാസിലത ബിനിൽ അസ്ഖഇ വഗൈരിഹിമാ മിനസ് സ്വഹാബ, സ്വഹാബികളിൽപ്പെട്ട പലരും ഇങ്ങനെ തൽഖീൻ ചൊല്ലുന്നവരായിരുന്നു. സുന്നികളായ നമ്മൾ ചെയ്യുന്ന ഈ തൽഖീൻ ഉണ്ടല്ലോ, അത് സ്വഹാബികളൊക്കെ ചെയ്യുന്നതായിരുന്നു. എന്നിട്ട് ഇബ്നു തൈമിയ്യ അവസാനം അതിന്റെ മറുപടി പറയാണ്, കണ്ടോ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികൾ, ആ അനുയായികളായ പണ്ഡിതന്മാരുണ്ട്, മനിസ്തഹബ്ബഹു, തൽഖീൻ ചൊല്ലൽ സുന്നത്താണ് എന്ന് പ്രഖ്യാപിച്ചവർ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ മദ്ഹബിന്റെ ഇമാമുമാർ അത് പ്രഖ്യാപിച്ചവരാണ്. എന്നിട്ട് അവസാനം ഇബ്നു തൈമിയ്യ പറയുകയാണ്, തഹ്ഖീഖ് ഹഖായ യാഥാർത്ഥ്യമായിട്ടുള്ളത് അന്നഹു ജായിസുൻ, അത് അനുവദനീയമാണ്, അത് ശിർക്കല്ല, അല്ലെങ്കിൽ ബിദ്അത്തല്ല, അനാചാരമൊന്നുമല്ല, അത് ചെയ്യൽ അനുവദനീയം തന്നെയാണ് എന്നതാണ് ഹഖായ രൂപത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താൽ കണ്ടെത്താൻ കഴിയുന്നത്. അത് ബിദ്അത്താണെന്നല്ല, അത് അനുവദനീയമാകുന്നു എന്നാണ് ഇവരുടെ ആശയ സ്രോതസ്സായ ഇബ്നു തൈമിയ്യ തന്റെ മജ്മുഅത്തുൽ ഫതാവയുടെ 166-ാമത്തെ പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് അങ്ങനെയാണ്. ഇനി രണ്ടാമതായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാകവാഹകൻ എന്ന് അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നുൽ ഖയ്യിം. ആ ഇബ്നുൽ ഖയ്യിം തന്റെ കിതാബുർ റൂഹ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അയാൾ പറയുന്നു, എന്താണ് തൽഖീനിനെ കുറിച്ച് മൂപ്പര് പറയാണ്, മരിച്ച ആളുകൾ കേൾക്കും, മുജാഹിദ് പറയുന്നത് കേൾക്കൂല എന്നാ, മരിച്ചവർ കേൾക്കും എന്നതിന് തെളിവ് പറയുകയാണ് ഇബ്നുൽ ഖയ്യിം. മൂപ്പര് പറയുന്നു, വയദുല്ലു അലാ ഹാദാ, മരണപ്പെട്ടവർ കേൾക്കും എന്നതിന് ദലീലാണ്, തെളിവാണ്. അയ്വൻ, നമ്മൾക്ക് ഒരുപാട് തെളിവ് പറഞ്ഞു, അതിന് പുറമെ ഇനി പറയാൻ പോകുന്നതും എന്താ, മാ ജറാ അലൈഹി അമലുൻ നാസി ഖദീമൻ വ ഇലൽ ആൻ, ജനങ്ങൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു സുഹൃതമുണ്ട്. അതെന്താ? മിൻ തൽഖീനിൽ മയ്യിത്തി ഫീ ഖബരിഹി, ഖബറടക്കപ്പെട്ട മയ്യത്തിന് ഖബറും പുറത്തിരുന്ന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് വളരെ വ്യക്തമാണ്. ആ തൽഖീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ മയ്യത്ത് അത് കേൾക്കും എന്ന കാര്യം വ്യക്തമാണ്. ഇത് നെയ്യപ്പം തിന്ന മാതിരി രണ്ട് ഗുണമാണ് നമുക്ക് തോന്നുള്ളത്. മരിച്ചോര് കേൾക്കുന്നും ആയി, തൽഖീൻ കാര്യണ്ടുമാണ്. എന്നിട്ട് മൂപ്പർ പറയുന്നുണ്ടോ, വലൗലാ അന്നഹു യസ്മഉ ദാലിക, ഈ മയ്യത്ത് കേൾക്കുന്നില്ലെങ്കിൽ ആ മയ്യത്ത് ഇതുകൊണ്ട് ഉപകാരം ലഭിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ലം യകുൻ ഫീഹി ഫായിദ, ഈ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതിൽ എന്തൊരു ഫായിദ, ഗുണമാണ് ഉണ്ടാവുക. വകാന അബസ, അതൊരു വൃഥാ വേലയാവില്ലേ, അത് വെറുതെ ഒരു മനുഷ്യന്റെ സമയവും ഊർജവും കളയുകയല്ലേ. അപ്പൊ അതല്ല, പണ്ട് മുതൽ ഖദീമൻ, പണ്ട് മുതലേ നിലവിൽ ഉള്ള ഒരു കാര്യമാണ് തൽഖീൻ ചൊല്ലി കൊടുക്കുന്നത്. വഇലൽ ആൻ, ഇബ്നുൽ ഖയ്യിം പറയാ, 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, ഈ 8 നൂറ്റാണ്ട് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃതമാണ് തൽഖീൻ ചൊല്ലി കൊടുക്കുക എന്നത്. അപ്പൊ അത് മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുൽ മുസ്ലിമീൻ,
മുസ്ലിമീങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു അമലാണ്, ഒരു സുഹൃതമാണ്. അതുകൊണ്ട് അത് മയ്യത്തിന് ഉപകരിക്കും, മയ്യത്ത് കേൾക്കുകയും ചെയ്യും. മയ്യത്തിന് ഉപകാരമില്ലെങ്കിൽ മുസ്ലിം ലോകത്ത് ഇക്കാലം എത്രയും തൽഖീൻ ചൊല്ലുമോ എന്നാണ് ഇവരുടെ നേതാവായ ഇബ്നുൽ ഖയ്യിമും പറയുന്നത്. അതുകൊണ്ട് ഇനി അവർ മുജാഹിദുകൾ തൽഖീൻ ചൊല്ലലല്ലാതെ വേറൊരു വഴിയും അവർക്കില്ല എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ